അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണിത്. ചപ്പാത്തി പൂരി ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ്. ദാൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ നമ്മുടെ നോർമൽ തൊമര ഉണ്ടല്ലോ, പരിപ്പ് സാമ്പാർ വയ്ക്കുന്ന തൊമര എടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ മസൂർ ദാലും എടുത്തിട്ടുണ്ട്. മസൂർ ദാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇടയ്ക്ക്, ഇതുപോലെ ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെ. അപ്പോൾ ഈ മസൂർ ദാലിന് പകരം നമുക്ക് മൂങ് ദാൽ ഉപയോഗിക്കാം. ക്ലീൻ ചെയ്ത പരിപ്പ്, അതായത് പച്ചപ്പയറുണ്ടല്ലോ, പയറിൻ്റെ പരിപ്പ്, അതും ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് കഴുകി നല്ലപോലെ മയത്തിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പരിപ്പ് വേവിക്കുന്നതിൻ്റെ ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് വേഗം വേവുമെന്നാണ് നമുക്ക് അനുഭവം ഉള്ളത്. നല്ല മയത്തിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ദാല് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാൻ ഒരു പാൻ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഇടാനുള്ളതെന്ന് പറഞ്ഞാൽ കടുകും ജീരകമാണ്. ഈ ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ നല്ല ജീരകം, തോരനൊക്കെ ആക്കുന്നത്, അതും കടുകും അതിട്ട് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. സവാള ഉള്ളി അരിഞ്ഞിടാം. ഒരു ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വഴണ്ടാ പോരാ, ഇച്ചിരി ഒരു ബ്രൗൺ കളറാവുന്ന വരെ, എന്നാൽ അങ്ങ് ക്രിസ്പി ആവരുത്, ആ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു അളവിൽ ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് കുറച്ച് തക്കാളി ചേർക്കാം. ചെറിയൊരു തക്കാളി ചേർത്താൽ മതി, വലിയതാണെങ്കിൽ ഒരു ഹാഫൊക്കെ ചേർത്താൽ മതി. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മതി. പിന്നെ മുളക് പൊടി, പച്ചമുളക് ഓൾറെഡി ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഒരു കുറച്ച് മതി, കളറിന് വേണ്ടി മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ദാല് ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഒരു ഇത്തിരി കൂടി ചാറ് വേണമെങ്കിൽ ഇടാം. ഒരുപാട് അങ്ങ് തിക്കും ആവണ്ട, ഒരുപാട് അങ്ങ് ലൂസും ആവണ്ട. അപ്പോൾ നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് ഇതൊന്ന് ഇട്ടിട്ട് വിളമ്പാം. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യട്ടെ. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണേ.